മൊഡ്യൂൾ 3 ചാപ്റ്റർ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ടൈപ്സും അതിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയാസും ആയിരുന്നു. സോ ഈ ഒരു പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈനിങ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസൈനിങ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈനിങ് പ്രോബ്ലംസ്. നമുക്ക് റെക്റ്റാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെയും അതുപോലെ തന്നെ സർക്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെയും ഡിസൈനിങ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ടൈപ്പിലുള്ള ഡിസൈനിങ് പ്രോബ്ലംസ്. നമ്മൾ ആൾറെഡി പറഞ്ഞ ആ ഒരു ഡിസൈൻ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഡിസൈനിങ് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു സെഷൻ കവർ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഫസ്റ്റിലെ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ മാക്സിമം ഡെയിലി ഡിമാൻഡ് അറ്റ് എ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ആസ് 12 million liters per day. Design the dimensions of a suitable sedimentation tank fitted with mechanical sludge removal arrangements for the raw supplies, assuming a detention period of 6 hours and velocity of flow as 20 centimeter per minute. നമുക്കൊരു സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡയമെൻഷൻസ് ഡിസൈൻ ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ അതിനുവേണ്ടി നമുക്ക് മാക്സിമം ഡെയിലി ഡിമാൻഡ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. 12 million liters per day ആണ് അതിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത്. ദെൻ നമുക്ക് ഡിറ്റൻഷൻ പീരിയഡ് 6 hours എന്നും അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് ഫ്ലോ 20 centimeter per minute എന്നും തന്നിട്ടുണ്ട്. സോ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്ന ഡാറ്റാസ് നോട്ട് ഡൗൺ ചെയ്യാം. നൗ നമുക്ക് നോക്കാം. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് ഇൻ 24 hours. അതാണ് നമുക്ക് തന്ന മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്ന് പറയുന്നത്. 12 million liters per day എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ ആ മില്യൺ ലിറ്റേഴ്സിനെ ലിറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് 12 × 10⁶ liters എന്ന് മാറ്റി എഴുതി. Secondly, quantity of water to be treated during the detention period of 6 hours. നമുക്ക് തന്ന ഡിറ്റൻഷൻ പീരിയഡിൽ ട്രീറ്റ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് കണ്ടെത്തുന്നത്. നമുക്ക് പ്രോബ്ലത്തിൽ തന്നത് 24 hours ട്രീറ്റ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവാണ്. ബട്ട് ഡിറ്റൻഷൻ പീരിയഡിൽ എത്രയാണ് ട്രീറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് കണ്ടെത്തുന്നത്. സോ അതാണ് സെക്കൻഡ്ലി നമ്മളവിടെ സോൾവ് ചെയ്തിട്ടുള്ളത്. ആ മാക്സിമം ഡെയിലി ഡിമാൻഡ് ഇൻറ്റു ഡിറ്റൻഷൻ പീരിയഡാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഡിറ്റൻഷൻ പീരിയഡിൽ ട്രീറ്റ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട്. ദാറ്റ് ഈസ് 12 × 10⁶ divided by 24 × 6 liters, which is equal to 3 × 10⁶ liters എന്ന് നമുക്ക് കാണാം. ഇവിടെ ഈ ഒരു 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്ന മാക്സിമം ഡെയിലി ഡിമാൻഡ് പെർ ഡേ ആണ് വാല്യൂ തന്നിട്ടുള്ളത്. നമ്മുടെ ഡിറ്റൻഷൻ പീരിയഡ് പെർ ഹവേഴ്സിലുമാണ് തന്നിട്ടുള്ളത്. സോ ആ ഡെയിലി ഡിമാൻഡിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ പെർ ഡേ എന്നുള്ളതിനെ മാറ്റി പെർ ഹവർ ആക്കാൻ വേണ്ടിയാണ് ഡിവൈഡ് ബൈ 24 ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് 3 × 10⁶ ലിറ്റേഴ്സ് എന്ന് വാല്യൂ കിട്ടി. 3 × 10⁶ ലിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 10⁻³ ക്യൂബിക് മീറ്റേഴ്സ് ആണ്. അതായത് 3000 ക്യൂബിക് മീറ്റർ ഓർ 3000 മീറ്റർ ക്യൂബ് ആണ് നമുക്ക് ഈ ഒരു 6 hours ഡിറ്റൻഷൻ പീരിയഡിൽ ട്രീറ്റ് ചെയ്യേണ്ട വെള്ളത്തിൻ്റെ എമൗണ്ട്. അതിൽ കൺഫ്യൂഷൻസിൻ്റെ കേസില്ല. നമുക്ക് തന്ന മാക്സിമം ഡെയിലി ഡിമാൻഡ് നമ്മൾ ലിറ്റേഴ്സിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്തു. ദെൻ അതിനെ പെർ ഡേ എന്നുള്ളതിനെ മാറ്റി പെർ ഹവറിലേക്ക് ചെയ്യാൻ വേണ്ടി ബൈ 24 ചെയ്തു. അതിന് നമ്മൾ തന്നിട്ടുള്ള ഡിറ്റൻഷൻ പീരിയഡ് ഇൻ ഹവേഴ്സ് 6 hours കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് ഇൻ ദി ഡിറ്റൻഷൻ പീരിയഡ് അത് കിട്ടി. കിട്ടിയ വാല്യൂ ലിറ്റേഴ്സിലായിരുന്നു. അതിനെ നമ്മൾ ക്യൂബിക് മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് 3000 ക്യൂബിക് മീറ്റർ എന്നുള്ള വാല്യൂ കിട്ടി. സോ ഈ കിട്ടിയ വാല്യൂ ആണ് നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി. അതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റി എഴുതി കപ്പാസിറ്റി ഓഫ് ടാങ്ക് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 3000 മീറ്റർ ക്യൂബ് എന്ന്. നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൽ
വെലോസിറ്റി ഓഫ് ഫ്ലോ 20 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്ത് മീറ്റർ പെർ മിനിറ്റിലേക്ക് മാറ്റി. ദാറ്റ് ഈസ് 0.2 മീറ്റർ പെർ മിനിറ്റ് എന്ന് മാറ്റി. നൗ ലെങ്ത് ഓഫ് ടാങ്ക് റിക്വയർഡ് ആണ് കണ്ടെത്തുന്നത്. ലെങ്ത് ഓഫ് ടാങ്ക് റിക്വയർഡ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻറ്റു ഡിറ്റൻഷൻ പീരിയഡ് ആണ്. സോ നമുക്ക് ഈ വെലോസിറ്റി തന്നിട്ടുള്ളത് പെർ മിനിറ്റിലാണ്, ഡിറ്റൻഷൻ പീരീഡ് തന്നിട്ടുള്ളത് ഹവേഴ്സിലുമാണ്. സോ നമ്മളവിടെ ആ ഹവേഴ്സിലുള്ള ഡിറ്റൻഷൻ പീരീഡിനെ പെർ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് താഴെ കാണാം 6 × 60 എന്ന് കാണുന്നത്. സോ വെലോസിറ്റി ഓഫ് ഫ്ലോ 0.2 ഇൻറ്റു ഡിറ്റൻഷൻ പീരിയഡ് 6 × 60 വിച്ച് ഈസ് ഈക്വൽ ടു 72 മീറ്റേഴ്സ് എന്ന് നമുക്ക് കിട്ടും. ഡിറ്റൻഷൻ പീരിയഡ് ഹവേഴ്സിലും വെലോസിറ്റി ഓഫ് ഫ്ലോ പെർ മിനിറ്റിലുമാണ്. സോ സെയിം യൂണിറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഹവേഴ്സിലുള്ള ഡിറ്റൻഷൻ പീരിയഡിനെ മിനിറ്റ്സിലേക്ക് മാറ്റി അതിന് വേണ്ടി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ലെങ്ത് ഓഫ് ടാങ്ക് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 72 മീറ്റേഴ്സ് എന്ന് നമുക്ക് കിട്ടി. നൗ നമുക്ക് കണ്ടെത്തേണ്ട നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ടാങ്ക് റിക്വയർഡ് ആണ്. അതായത് നമുക്ക് ലെങ്ത്ത് കിട്ടി, ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെപ്തും വിഡ്ത്തും ആണ് വേണ്ടത്. സോ അത് കണ്ടെത്തുന്നതിനായിട്ട് നമ്മൾ നെക്സ്റ്റ് കണ്ടെത്തുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ടാങ്ക് റിക്വയർഡ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് ടാങ്ക് ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ടാങ്ക് ആണ്. കപ്പാസിറ്റിയും ലെങ്ത്തും നമ്മൾ ആൾറെഡി കണ്ടെത്തി. ദാറ്റ് ഈസ് 3072. സോ 3000/72 ചെയ്യുമ്പോൾ 41.67 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ക്രോസ് സെക്ഷണൽ ഏരിയ. റൗണ്ട് ചെയ്യുമ്പോൾ 41.7 മീറ്റർ സ്ക്വയർ എന്ന് എടുത്തു. ഇനി നമ്മൾ ഡെപ്ത് അസ്യൂം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസൈൻ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഡിസൈൻ എലമെൻറ്റ്സ് പറഞ്ഞപ്പോൾ ഡെപ്തിൻ്റെ എല്ലാം വാല്യൂ റേഞ്ചസ് പറഞ്ഞിരുന്നു. സോ അതിൻ്റെ ആ ഒരു റേഞ്ചിൽ വരുന്ന വാല്യൂ ആയ 4 മീറ്റേഴ്സാണ് നമ്മൾ ഡെപ്ത് ഓഫ് ടാങ്ക് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. സോ നമുക്ക് ഈ കിട്ടിയ ഏരിയയിൽ നിന്നും വിഡ്ത്ത് കണ്ടെത്താം. ബിക്കോസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെപ്തിൻ്റെ വാല്യൂ അസ്യൂം ചെയ്തുകൊണ്ട് വിഡ്ത്ത് കണ്ടെത്താൻ പറ്റും. ദാറ്റ് ഈസ് വിഡ്ത്ത് ഓഫ് ടാങ്ക് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 41.7 ഡിവൈഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 10.42 മീറ്റേഴ്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10.5 മീറ്റർ നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടാങ്കിൻ്റെ ലെങ്ത്ത് കിട്ടി 72, വിഡ്ത്ത് കിട്ടി 10.5 മീറ്റേഴ്സ് ആൻഡ് ഡെപ്ത് നമ്മൾ അസ്യൂം ചെയ്തു 4 മീറ്റർ. ഈ അസ്യൂം ചെയ്ത ഡെപ്തിൽ നമ്മൾ ഡിസൈനിങ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നൊരു ഫാക്ടർ ഉണ്ട്, ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. അതായത് ഓവർഫ്ലോ ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി കൊടുക്കുന്ന അഡീഷണൽ സെഷൻ. സോ നമ്മൾ ആ ഡെപ്തിലേക്ക് ഫ്രീ ബോർഡിൻ്റെ എമൗണ്ടും കൂടി ആഡ് ചെയ്തു. അതായത് ഓവറോൾ ഡെപ്ത് ഈസ് ഈക്വൽ ടു 0.5 + 4, അതായത് ആക്ച്വൽ ഡെപ്ത് അല്ലെങ്കിൽ അസ്യൂംഡ് ഡെപ്ത് പ്ലസ് ഫ്രീ ബോർഡാണ് ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത്. സോ 0.5 + 4 ചെയ്തു. അങ്ങനെ നമുക്ക് ഓവറോൾ ഡെപ്ത് 4.5 മീറ്റേഴ്സ് എന്ന് കിട്ടി. ദസ് നമ്മുടെ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അതായത് അതിൻ്റെ ഓവറോൾ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 മീറ്റേഴ്സ് ബൈ 10.5 മീറ്റേഴ്സ് ബൈ 4.5 മീറ്റേഴ്സ് എന്ന് കിട്ടി. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഈ കണ്ട അല്ലെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് നമ്മൾ ആ ഒരു ടാങ്കിൻ്റെ ഡയമെൻഷൻസ് ഡിസൈൻ ചെയ്തു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത ഡയമെൻഷൻസും കൊടുക്കണം. അതാണ് ഏറ്റവും ലാസ്റ്റായിട്ട് കാണിച്ചത്. ഹെൻസ് എ റെക്ടാങ്കുലാർ സെഡിമെൻറ്റേഷൻ ടാങ്ക് വിത്ത് ആൻ ഓവർഫ്ലോ സൈസ് ഓഫ് 72 മീറ്റേഴ്സ് ബൈ 10.5 മീറ്റർ ആൻഡ് 4.5 മീറ്റർ ക്യാൻ ബി യൂസ്ഡ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവുകയുള്ളൂ. സോ ഒന്നും കൂടിയും പറയാം, നമ്മൾ തന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ ആദ്യം ലിറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കപ്പാസിറ്റി കണ്ടെത്തുകയാണ്. അതിന് വേണ്ടി തന്ന ഡിറ്റൻഷൻ പീരിയഡും യൂസ് ചെയ്തു. ഡിറ്റൻഷൻ പീരിയഡും ക്വാണ്ടിറ്റി ഓഫ് വാട്ടറും ഒരേ യൂണിറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു കൺവേർഷൻ നടത്തി. അങ്ങനെ നമുക്ക് ടാങ്കിൻ്റെ കപ്പാസിറ്റി 3000 m³ എന്ന് കിട്ടി. ദെൻ വെലോസിറ്റിയെ നമ്മൾ യൂണിറ്റ് ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ഫാക്ടർ ലെങ്ത് ഓഫ് ടാങ്ക് കണ്ടെത്തി, വെലോസിറ്റി ഇൻറ്റു ഡിറ്റൻഷൻ പീരിയഡ്. അവിടെ നമ്മൾ ഡിറ്റൻഷൻ പീരിയഡിൻ്റെ യൂണിറ്റും ഇതുപോലെ തന്നെ കൺവേർട്ട് ചെയ്തു. ദെൻ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടെത്തി. ബിക്കോസ് നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് നെക്സ്റ്റ് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ലെങ്ത്തും ഡെപ്തും ആണ് കണ്ടെത്തേണ്ടത്. സോ ആ ഡെപ്ത് നമ്മൾ
ഇവിടെ അസംഷൻ എടുത്തു 4 മീറ്റർ എന്ന്. അത് വെച്ചിട്ട് നമ്മൾ ടാങ്കിൻ്റെ വിഡ്ത്ത് കണ്ടെത്തി. ദെൻ ഓവറോൾ ഡെപ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫ്രീ ബോർഡിൻ്റെ എമൗണ്ടും കൂടി ആഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ ഡിസൈൻ ചെയ്തത്. ഇനി ഇവിടെ നമ്മൾ ഈ ഡെപ്ത് അസ്യൂം ചെയ്തതിന് പകരം നമുക്ക് വേറൊരു മെത്തേഡിലും ഈ ഒരു സെയിം പ്രോബ്ലത്തിൻ്റെ ഡയമെൻഷൻസ് കണ്ടെത്താൻ പറ്റും. അതാണ് ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത് അൾട്ടർനേറ്റീവ്ലി എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് അസ്യൂമിങ് ഡെപ്ത് വി മേ അസ്യൂം ആൻ ഓവർഫ്ലോ റേറ്റ്. അതായത് ഡെപ്ത് നമ്മൾ അസ്യൂം ചെയ്തതിന് പകരം നമുക്ക് ഓവർഫ്ലോ റേറ്റ് അസ്യൂം ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓവർഫ്ലോ റേറ്റിൻ്റെ ഒരു റേഞ്ചും കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ 600 ലിറ്റേഴ്സ് പെർ ഹവർ പെർ മീറ്റർ സ്ക്വയർ എന്ന വാല്യൂ നമ്മൾ ഓവർഫ്ലോ റേറ്റിന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ടാങ്കിൻ്റെ ഡയമെൻഷൻസ് കണ്ടെത്താൻ സാധിക്കും. അതായത് ഓവർഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ബി എൽ എന്നാണ്. അത് ക്യൂ ബൈ ക്രോസ് സെക്ഷണൽ ഏരിയയാണ്. സോ ക്യൂ ബൈ ബി എൽ ഈസ് ഈക്വൽ ടു 600 ലിറ്റർ പെർ ഹവർ പെർ മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. യൂഷ്വലി 500 to 750 റേഞ്ചിലാണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിന് ഓവർഫ്ലോ റേറ്റ് ഉണ്ടായിരിക്കുക. സോ നമ്മൾ 600 എന്നുള്ള വാല്യൂ അസ്യൂം ചെയ്തു. ഇതിൽ ക്യൂ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തന്ന വാല്യൂ ആണ്. അതായത് 12 ഇൻറ്റു 10⁻⁶ ലിറ്റേഴ്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ ഹവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 12 ഇൻറ്റു 10⁻⁶ ഡിവൈഡ് ബൈ 24 എന്ന് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 10⁻⁶ ലിറ്റേഴ്സ് പെർ ഹവർ എന്ന് കിട്ടി. സോ നമുക്ക് ബി എൽ എന്ന് പറയുന്ന വാല്യൂസ് ആണ്, അല്ലെങ്കിൽ ആ രണ്ട് കോമ്പണൻസ് ആണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ ബി എൽ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 600 എന്ന് കിട്ടി. ക്യൂയുടെ വാല്യൂ നമ്മൾ തൊട്ട് മുൻപ് കണ്ടെത്തി. 0.5 ഇൻറ്റു 10⁻⁶ ഡിവൈഡ് ബൈ 600 ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 833 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. സോ ഈ ഒരു വാല്യൂവിൽ നമുക്ക് എല്ലിൻ്റെ വാല്യൂ നമ്മൾ ആൾറെഡി കണ്ടെത്തിയതാണ്. നമ്മൾ ഡെപ്ത് അസ്യൂം ചെയ്തതിന് പകരമാണ് ഓവർഫ്ലോ റേറ്റ് അസ്യൂം ചെയ്തത്. സോ അതിൻ്റെ മുൻപുള്ള ഡാറ്റ, അതായത് ലെങ്ത് നമ്മൾ ആൾറെഡി കണ്ടെത്തിയ സെയിം വാല്യൂ തന്നെയാണ്. സോ നമ്മൾ ആ ബി കണ്ടെത്താൻ വേണ്ടി കിട്ടിയ വാല്യൂവിലേക്ക് എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു 833 ഡിവൈഡ് ബൈ 72 എന്ന് വരും. ദസ് വിഡ്ത്ത് ബി ഈസ് ഈക്വൽ ടു 11.6 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, നൗ നമുക്ക് ഡെപ്താണ് കണ്ടെത്താനുള്ളത്. സോ ഡെപ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതായത് ടാങ്കിൻ്റെ കപ്പാസിറ്റി നമുക്കറിയാം. ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ റെക്ടാങ്കുലർ സെക്ഷൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. സോ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലെങ്കിൽ ലെങ്ത്തും വിഡ്ത്തും ഇവിടെ കിട്ടി. സോ ഡെപ്ത് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റി ഡിവൈഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ചെയ്താൽ മതി. സോ 3000 ഡിവൈഡ് ബൈ 72 ഇൻറ്റു 11.6 which is equal to 3.6 meters എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഡയമെൻഷൻസ് കണ്ടെത്താം. രണ്ട് മെത്തേഡിലും ചെയ്യുമ്പോൾ ഡിസൈനിങ് ഡയമെൻഷൻസിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും ഈ ഒരു ഡിസൈനിങ് പ്രോസസ്സിൽ നമ്മൾ കിട്ടുന്ന ആ ഒരു വാല്യൂ റൗണ്ട് ചെയ്തിട്ടാണ് ടാങ്കിന് ആക്ച്വലി ഡയമെൻഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡിൽ ഡെപ്ത് അസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസിന് ചെറിയൊരു വേരിയേഷൻ ഓവർഫ്ലോ റേറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നുണ്ട്. ബട്ട് അതൊരു വലിയൊരു ഫാക്ടർ അല്ല, ബിക്കോസ് ഇത് ഡിസൈനിങ് ആണ്. നമ്മൾ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീൻ്റെ ബേസിസിലാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡിൽ നമുക്ക് 72 മീറ്റേഴ്സ് ലെങ്ത്, 11.6 മീറ്റേഴ്സ് വിഡ്ത്ത് ആൻഡ് ഓവറോൾ ഡെപ്ത് 4.1 മീറ്റേഴ്സ് എന്ന് കിട്ടും. 3.6ഉം 0.5 അതിലേക്ക് ഫ്രീ ബോർഡും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4.1 മീറ്റേഴ്സ് ഡെപ്തും കിട്ടും. സോ ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡയമെൻഷൻസ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. സോ ഈ രണ്ട് മെത്തേഡ്സും ഉണ്ട്. ആൾട്ടർനേറ്റീവ്ലി നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഡെപ്ത് അസ്യൂം ചെയ്തിട്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ റേറ്റ് അസ്യൂം ചെയ്തിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, ആ ക്വസ്റ്റ്യനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 2 million liters of water per day is passing through a sedimentation tank which is 6 meter wide, 15 meter long and having a water depth of 3 meters. ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിലൂടെ പെർ ഡേ പാസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 2 million liters per day. ആൻഡ്
ആ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ സൈസും നമുക്കവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിഡ്ത്ത് 6 മീറ്റർ ആണ്, ലെങ്ത്ത് 15 മീറ്റേഴ്സ് ആണ്, ആൻഡ് അതിൻ്റെ ഡെപ്ത്ത് 3 മീറ്റേഴ്സുമാണ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 4 എലമെൻറ്റ്സ് ആണ് കണ്ടെത്താനുള്ളത്. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ ഡിറ്റൻഷൻ ടൈം ഫോർ ദ ടാങ്ക്. സെക്കൻഡ് വൺ, what is the average flow velocity through the tank. And third one, if 60 ppm is the concentration of suspended solids present in turbid raw water, how much dry solids will be deposited per day in the tank, assuming 70% removal in basin, and average specific gravity of the deposit as 2. And last one, compute the overflow rate. സോ തന്ന വാല്യൂസിൽ നിന്ന് നമുക്ക് 4 കോമ്പണൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആണ് കണ്ടെത്താനുള്ളത്. ഫസ്റ്റ് വൺ ഡിറ്റൻഷൻ പീരിയഡ്, സെക്കൻഡ് വൺ ആവറേജ് ഫ്ലോ വെലോസിറ്റി, തേർഡ് വൺ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ എമൗണ്ട്, ബേസിനിൽ എത്രയാണ് സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ ഡെപ്പോസിറ്റഡ് എമൗണ്ട് എന്നുള്ളത്, ആൻഡ് ലാസ്റ്റ് വൺ ഓവർഫ്ലോ റേറ്റ്. സോ നമ്മൾ ആൾറെഡി പറഞ്ഞ പോലെ തന്നെ തന്ന വാല്യൂസ് എല്ലാം നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡിസൈനിങ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കപ്പാസിറ്റി ഓഫ് ടാങ്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും, കാരണം നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ കംപ്ലീറ്റ് ഡയമെൻഷൻസ് ആൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്, വിച്ച് ഈസ് ഈക്വൽ ടു 15 × 6 × 3 ഈസ് ഈക്വൽ ടു 270 m3 എന്ന് നമുക്ക് കിട്ടും. ടാങ്കിലൂടെ പാസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട്, ഡിസ്ചാർജ് ക്യൂ എന്ന് പറയുന്നത് 2 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ മില്യൺ ലിറ്റേഴ്സിനെ ലിറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനുവേണ്ടി 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ പെർ ഡേ എന്നുള്ളതിനെ ഹവേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടി ആ കിട്ടിയ വാല്യൂവിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡേയിനെ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ 2 × 10⁻⁶ ഡിവൈഡ് ബൈ 24 ലിറ്റേഴ്സ് പെർ ഹവർ എന്ന് വരും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 83.33 × 10⁻³ ലിറ്റേഴ്സ് പെർ ഹവർ എന്ന വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 83.33 m3 പെർ ഹവർ എന്ന് നമുക്ക് മാറ്റി എഴുതാം. സോ നമുക്ക് ടാങ്കിൻ്റെ കപ്പാസിറ്റി കിട്ടി, അതുപോലെ ഡിസ്ചാർജും കിട്ടി. കപ്പാസിറ്റിയും ഡിസ്ചാർജും കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റ്ലി അതിന് ഡിറ്റൻഷൻ ടൈം കണ്ടെത്താൻ പറ്റും. അതിൻ്റെ ഇക്വേഷൻ ഡിറ്റൻഷൻ ടൈം ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി ഓഫ് ടാങ്ക് ഡിവൈഡ് ബൈ ഡിസ്ചാർജ് ആണ്. സോ കപ്പാസിറ്റി 270 ഡിവൈഡ് ബൈ ഡിസ്ചാർജ് 83.33 ഹവേഴ്സ് ഈസ് ഈക്വൽ ടു 3.24 ഹവേഴ്സ് എന്ന് വരും. കപ്പാസിറ്റിയുടെ വാല്യൂ നമുക്കറിയാം, ഇൻ m3 270 ആണ്. ഡിസ്ചാർജിൻ്റെ വാല്യൂ 83.33 m3 പെർ ഹവർ ആണ്. സോ നമുക്ക് വേണ്ട വാല്യൂ ഡിറ്റൻഷൻ ടൈമാണ്. ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റൻഷൻ ടൈം 3.24 ഹവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്കതിൽ കണ്ടെത്താനുള്ളത് ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദി ടാങ്ക് ആണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ചാർജ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ BH ചെയ്യാം. സോ ഡിസ്ചാർജിൻ്റെ വാല്യൂ 83.33 ക്യൂബിക് മീറ്റേഴ്സ് പെർ ഹവർ ആണ് നമുക്കറിയാം. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, ദാറ്റ് ഈസ് ഡെപ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് 6 × 3 ആണ് ക്രോസ് സെക്ഷണൽ ഏരിയ. ദാറ്റ് ഈസ് ഈക്വൽ ടു 83.33 ഡിവൈഡഡ് ബൈ 6 × 3 × 100/60 എന്ന് വരും. അതായത് നമുക്ക് വേണ്ട വാല്യൂ വെലോസിറ്റിയാണ്. അത് നമുക്ക് സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് എന്ന യൂണിറ്റിലാണ് നമ്മൾ ജനറലി സ്പെസിഫൈ ചെയ്യുന്നത്. സോ ആ ഒരു കൺവേർഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 100/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഹവറിനെ നമുക്ക് മിനിറ്റിലേക്കും കൺവേർട്ട് ചെയ്യണം, മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഹവേഴ്സിനെ മിനിറ്റ്സിലേക്ക് മാറ്റാൻ നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ നമുക്ക് ആവറേജ് ഫ്ലോ വെലോസിറ്റി 7.72 cm/min എന്ന് കിട്ടും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഡിസ്ചാർജിൻ്റെ വാല്യൂ നമുക്കറിയാം, ക്രോസ് സെക്ഷണൽ ഏരിയ B × H അല്ലെങ്കിൽ വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് ഓർ ഹൈറ്റ് ആണ് വരുന്നത്. സോ ആ വാല്യൂ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ നമ്മൾ യൂണിറ്റ് കൺവേർഷന് വേണ്ട ഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു 7.72 cm/min എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത് നമ്മുടെ സസ്പെൻഡഡ് സോളിഡ്സ്, എത്ര എമൗണ്ട് സസ്പെൻഡഡ് സോളിഡ്സ് നമ്മുടെ ഈ ഒരു ടാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിന് വേണ്ട ഫർദർ ഡാറ്റാസ് നമുക്ക് പ്രോബ്ലത്തിൽ ആൾറെഡി തന്നിട്ടുണ്ട്.
സോ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പാസിംഗ് പെർ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി പറഞ്ഞു 2 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 10⁶ ലിറ്റേഴ്സ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് തന്നിട്ടുണ്ട് 60 പാർട്സ് പെർ മില്യൺ ആണ് എന്നുള്ളത്. സോ ക്വാണ്ടിറ്റി ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് എൻ്റർ ദ ടാങ്ക് പെർ ഡേ നമുക്ക് കണ്ടെത്താൻ പറ്റും. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. ദാറ്റ് ഈസ് 2 × 10⁶ ഇൻറ്റു 60 / 10⁶ ലിറ്റേഴ്സ് എന്ന് നമുക്ക് കിട്ടും. അതായത് 60 പാർട്സ് പെർ മില്യൺ ആണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ബൈ 10⁶ ചെയ്തു. സോ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് എൻറ്ററിങ് ഈസ് ഈക്വൽ ടു 120 ലിറ്റേഴ്സ് എന്ന് കിട്ടും. നമുക്ക് മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.12 ക്യൂബിക് മീറ്റർ എന്ന് കിട്ടും. ദെൻ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഡെപ്പോസിറ്റഡ് മെറ്റീരിയൽ ആസ് 2 ആണ് അതിൻ്റെ വാല്യൂ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡെൻസിറ്റി ഓഫ് ഡെപ്പോസിറ്റഡ് മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു 2000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നെടുക്കാം. ആൻഡ് അതിലൊരു ഫാക്ടർ കൂടി പറഞ്ഞിട്ടുണ്ട് പ്രോബ്ലത്തിൽ, അതായത് 70% റിമൂവലാണ് ബേസിനിൽ നടക്കുന്നത് എന്നുള്ളത്. സോ മാസ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ഡെപ്പോസിറ്റഡ് വിത്ത് 70% റിമൂവൽ പെർ ഡേ ഈസ് ഈക്വൽ ടു, നമുക്ക് കണ്ടെത്തേണ്ട വാല്യൂ മാസ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ഡെപ്പോസിറ്റഡ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് കണ്ടു. ആൻഡ് നമുക്ക് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡെൻസിറ്റി കിട്ടി. സോ മാസ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ഡെപ്പോസിറ്റഡ് ഈസ് ഈക്വൽ ടു 0.12 ഇൻറ്റു 0.7 ഇൻറ്റു 2000 കിലോഗ്രാം എന്ന് വരും. അതായത് 0.12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് എൻറ്ററിങ് പെർ ടാങ്ക് എന്ന് നമ്മൾ കണ്ടെത്തി. ഈ 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് 70% റിമൂവൽ ആണ് എന്ന് നമുക്ക് പ്രോബ്ലത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വാല്യൂ കിട്ടാൻ വേണ്ടി 0.12നെ നമ്മൾ 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇൻറ്റു ഡെൻസിറ്റി 2000 ചെയ്തു. അങ്ങനെ നമുക്ക് മാസ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ഈക്വൽ ടു 168 കിലോഗ്രാം എന്ന് കിട്ടും. ആൻഡ് ലാസ്റ്റ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ഓവർഫ്ലോ റേറ്റ് ആണ്. ഓവർഫ്ലോ റേറ്റ് which is equal to discharge per unit plan area ആണ്. ഡിസ്ചാർജ് ബൈ പ്ലാൻ ഏരിയയൊക്കെയാണ് നമ്മൾ ഓവർഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ Q / BL എന്ന് നമുക്ക് കൊടുക്കാം. ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് ആൾറെഡി അറിയാം, 83.33 × 10⁻³ ലിറ്റേഴ്സ് പെർ ഹവർ ആണ്. ബിയുടെ വാല്യൂ നമുക്ക് 6 എന്നും തന്നിട്ടുണ്ട്, ലെങ്ത് 15 എന്നും തന്നിട്ടുണ്ട്. സോ അത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓവർഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു 926 ലിറ്റേഴ്സ് പെർ ഹവർ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോ ഈ 4 കോമ്പണൻസ് ആണ് നമുക്കതിൽ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ലെങ്തിയാണ് പ്രോബ്ലം, പക്ഷേ നമുക്ക് തന്ന വാല്യൂസ് വെച്ച് ജസ്റ്റ് അതിൻ്റെ യൂണിറ്റ് കൺവേർഷനും അസംഷനും മാത്രമേ ഈ ഒരു മെത്തേഡ്സിലെല്ലാം ചെയ്യാനുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കണ്ടെത്താൻ ഉണ്ടായിരുന്ന ഡിറ്റൻഷൻ പീരിയഡാണ്. അതിന് നമ്മൾ കപ്പാസിറ്റി ഓഫ് ടാങ്ക് ആദ്യം കണ്ടെത്തി തന്ന ഡയമെൻഷൻസ് വെച്ചിട്ട്. ദെൻ നമ്മൾ ഡിസ്ചാർജ് പാസിംഗ് ത്രൂ ദി ടാങ്ക് Q എത്രയാണെന്നുള്ളത് കണ്ടെത്തി. ദെൻ ഡിറ്റൻഷൻ ടൈം ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി ബൈ ഡിസ്ചാർജ് എന്ന ഇക്വേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഹവേഴ്സിൽ ഡിറ്റൻഷൻ ടൈം 3.2 ഹവേഴ്സ് എന്ന് കണ്ടെത്തി. സെക്കൻഡ് വൺ ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് കണ്ടെത്താനുണ്ടായിരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. സോ നമ്മൾ ഡിസ്ചാർജ് നമുക്ക് ആൾറെഡി അറിയാം. ക്രോസ് സെക്ഷണൽ ഏരിയക്കുള്ള ഡയമെൻഷൻസും തന്നിട്ടുണ്ട്, വിഡ്ത്തും അതുപോലെ തന്നെ ഡെപ്തും 6 and 3. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ കിട്ടി. തേർഡ് വൺ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പാസിംഗ് പെർ ഡേ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സസ്പെൻഡഡ് സോളിഡ്സ് എത്രത്തോളം ഡെപ്പോസിറ്റ് ചെയ്യും എന്നുള്ളതാണ് കണ്ടെത്താനുണ്ടായിരുന്നത്. സോ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് എത്രയാണെന്നുള്ളത് കണ്ടെത്തി. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നത് വെച്ചിട്ട് നമ്മൾ ഡെൻസിറ്റി എത്രയാണെന്നുള്ളത് നോക്കി. അത് വെച്ചിട്ട് നമ്മൾ മാസ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് കണ്ടെത്തി. ആൻഡ് ലാസ്റ്റ് വൺ ഓവർഫ്ലോ റേറ്റ് ആയിരുന്നു. ഓവർഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q / BL, അതായത് ഡിസ്ചാർജ് ബൈ പ്ലാൻ ഏരിയയാണ് ഓവർഫ്ലോ റേറ്റിന് വേണ്ടി കണ്ടെത്തുന്നത്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരുന്നു. ഫ്ലോ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ബൈ പ്ലാൻ ഏരിയ ആണ്. കൺഫ്യൂസ്ഡ് ആവരുത്. ഈ ഒരു ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും.
സോ നമ്മളിപ്പോൾ രണ്ട് റെക്റ്റാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക്സിൻ്റെ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഒരു റെക്റ്റാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക് ഡിസൈൻ ചെയ്യാനായിരുന്നു, അതായത് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്ത്. ടാങ്കിൻ്റെ ഡയമെൻഷൻസ് ഡിസൈൻ ചെയ്യുന്നതിനാണ് ആക്ച്വലി നമ്മൾ ഡിസൈനിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നമുക്ക് ഡയമെൻഷൻസ് തന്നിട്ട് ആ ഒരു ടാങ്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിൽ വരുന്ന ഡിഫറൻറ്റ് ഫാക്ടേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. സോ ആ രണ്ട് പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഫൈനലി നമുക്കൊരു സർക്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ കേസും കൂടി ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ സർക്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക് ഫിറ്റഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് മെക്കാനിക്കൽ സ്ലഡ്ജ് റിമൂവൽ എക്യുപ്മെൻറ്റ് ഈസ് ടു ഹാൻഡിൽ 3.5 million liters per day of raw water. If the detention period of the tank is 5 hours and the depth of tank is 3 meters, what should be the diameter of tank? നമുക്കൊരു സർക്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡയമീറ്റർ എത്രയാണ് എന്നുള്ളതാണ് കണ്ടെത്താനുള്ളത്. അതിന് വേണ്ടിയിട്ട് അതിലൂടെ പാസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് 3.5 million liters per day എന്ന് തന്നിട്ടുണ്ട്. ഡിറ്റൻഷൻ പീരിയഡ് 5 hours എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ടാങ്ക് 3 meters എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി ഡയമീറ്റർ ഓഫ് ദ ടാങ്ക്? അതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. സോ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്ത മെത്തേഡിൽ ക്വാണ്ടിറ്റി ഓഫ് റോ വാട്ടർ ട്രീറ്റഡ് പെർ ഡേ നമ്മൾ കൺവേർട്ട് ചെയ്തു. ദാറ്റ് ഈസ് 3.5 × 10⁶ liters എന്നെടുത്തു. നെക്സ്റ്റ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഡിറ്റൻഷൻ പീരിയഡിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് റോ വാട്ടർ ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കുകയാണ്. അതായത് കപ്പാസിറ്റി ഓഫ് ടാങ്ക് ആണ് ആക്ച്വലി കണ്ടെത്തുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ കിട്ടിയ ക്വാണ്ടിറ്റി ഓഫ് റോ വാട്ടർ ഇൻറ്റു ഡിറ്റൻഷൻ പീരിയഡ് 3.5 × 10⁶ × 5 ഡിവൈഡ് ബൈ 24. ബൈ 24 ചെയ്തത് നമ്മൾ പെർ ഡേ വാല്യൂവിനെ പെർ ഹവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് കപ്പാസിറ്റി 728 × 10⁻³ liters എന്ന് കിട്ടി. മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 728 എന്ന് കിട്ടും. നൗ നമുക്ക് കപ്പാസിറ്റി ഓഫ് സർക്കുലർ ടാങ്ക് ഓഫ് ഡെപ്ത് h ആൻഡ് ഡയമീറ്റർ d ആയതുകൊണ്ട് നമ്മൾ ആൾറെഡി കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഒരു ഇക്വേഷൻ വോളിയത്തിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഡയമീറ്റർ കണ്ടെത്താൻ പറ്റും. അതായത് വോളിയം ഈസ് ഈക്വൽ ടു d² × 0.011 d പ്ലസ് 0.785 h എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് സർക്കുലർ ടാങ്കിൻ്റെ ഡിറ്റൻഷൻ ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇക്വേഷൻ ആയിരുന്നു ഇത്, വോളിയം ബൈ ക്യൂ എന്നുള്ള ഇക്വേഷൻ. ഇതിൽ വോളിയത്തിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ഡയമീറ്റർ കണ്ടെത്താൻ സാധിക്കും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസും ദെൻ നമ്മൾ ആ ഇക്വേഷന് സോൾവ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കണ്ടെത്താൻ പറ്റും. വോളിയം നമ്മൾ കണ്ടെത്തി 728 m³ എന്നുള്ളത്. ഡിയുടെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. നമുക്ക് എച്ചിൻ്റെ വാല്യൂ അറിയാം, 3 ആണ് ഡെപ്ത് എന്ന് പറയുന്നത്. സോ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡയമീറ്റർ 17.3 meters എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ഒരു മെത്തേഡ് അല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ചും നമുക്ക് ഈ ഒരു ഡയമീറ്റർ കണ്ടെത്താൻ പറ്റും. അതായത് കപ്പാസിറ്റി ഓഫ് സർക്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക് C is equal to πr² × ക്യാപിറ്റൽ D എന്ന് നമുക്ക് എടുക്കാം. അതായത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഡെപ്ത്ത്, ദാറ്റ് ഈസ് πr² × D വെച്ചിട്ട് നമുക്ക് കപ്പാസിറ്റി എടുക്കാൻ പറ്റും. സർക്കുലർ ടാങ്ക് ആയതുകൊണ്ട് ഏരിയ ഇൻറ്റു ഡെപ്ത്ത് എടുക്കാം. നമ്മൾ നോർമലി LBH എന്ന് പറയുന്ന പോലെ തന്നെ റെക്റ്റാങ്കുലറിൻ്റെ കേസിൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് എടുക്കുന്ന പോലെ സർക്കുലർ സെക്ഷനിൽ πr² × D ഡെപ്ത്ത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഡയമീറ്റർ കണ്ടെത്താൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ πr² × ക്യാപിറ്റൽ D എന്നുള്ളതിൽ നമുക്ക് ആറിൻ്റെ വാല്യൂ ആണ് കിട്ടാത്തത്. അതായത് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ആണ്. സിയുടെ വാല്യൂ നമുക്ക് ആൾറെഡി അറിയാം, 728. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത്ത്. ഇവിടെ നമ്മൾ h എന്ന് ഡിനോട്ട് ചെയ്ത സെയിം വാല്യൂ ആണ് 3 എന്ന് വരും. സോ നമ്മളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് C is equal to πr² Dയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ r² is equal to C divided by π into capital D എന്ന് വരും. ദാറ്റ് ഈസ് 728 divided by π into 3 എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് എത്രയാണ് എന്നുള്ളത് കിട്ടും, അതായത് ആറിൻ്റെ വാല്യൂ കിട്ടും. ദെൻ ആറിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 2 × r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ കിട്ടും. സോ ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞൊരു മെത്തേഡ് വെച്ചും നമുക്ക് ഡയമീറ്റർ കണ്ടെത്താൻ പറ്റും. ഞാനതിവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനിങ് പഠിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്താൽ മതി.
കപ്പാസിറ്റി സി ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ ഡി എന്ന ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റേഡിയസ് കണ്ടെത്തുക. ആ കിട്ടിയ റേഡിയസിൽ നിന്ന് നമുക്ക് ഡയമീറ്റർ ഡയറക്റ്റ്ലി കണ്ടെത്താം. സോ ആ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ഇവിടെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈനിങ്ങിൽ വരുന്നത്. ഓക്കെ.